കോട്ടയം പാലാ നഗരസഭയിൽ യുഡിഎഫിലെ ഭിന്നത രൂക്ഷം. യുഡിഎഫിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അനുനയ നീക്കം പരാജയപ്പെട്ടു. സ്വതന്ത്ര കൌൺസിലർമാരുമായി ചേർന്ന് പ്രവർത്തിക്കാനാകില്ല എന്ന് കോൺഗ്രസ് കൌൺസിലർമാർ ആവർത്തിച്ചു. നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കാമെന്നാണ് പുളിക്കകണ്ടം കൌൺസിലർമാരുടെ പ്രതികരണം. ഇന്നലെയാണ് പ്രശ്നം പരിഹരിക്കാൻ മാണി സി കാപ്പൻ എംഎൽഎ, ഫ്രാൻസിസ് ജോർജ് MP എന്നിവരുടെ നേതൃത്വത്തിൽ UDF ചർച്ച നടത്തിയത്. എന്നാൽ ഈ ചർച്ച ഫലം കണ്ടില്ല. സ്വതന്ത്ര കൌൺസിലർമാരുമായി സഹകരിക്കാനാകില്ലെന്ന നിലപാട് പിൻവലിക്കാൻ കോൺഗ്രസ് കൌൺസിലർമാർ തയ്യാറായില്ല. സഹകരണം ആത്മഹത്യാപരമെന്ന് കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസ്. ഇവരുടെ നേതൃത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പിന്തുണ ഇല്ലെന്നേ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞതാ. അത് അവരത് മനസ്സിലാക്കി അവരൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇനി ഒത്തിരി നാണം കെടാതെ രാജിവെച്ച് പുറത്തു പോകും. അതാ നല്ലത്. ചർച്ച നടത്തിയ UDF നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ട്. സ്വതന്ത്ര കൌൺസിലർമാർ പറയുന്നത് മാത്രമാണ് ഇതുവരെ MLAയും MPയും കേട്ടതെന്നാണ് ആരോപണം. കോൺഗ്രസ് കൌൺസിലർമാരുടെ ആക്ഷേപം തള്ളിയ പുളിക്കകണ്ടം കൌൺസിലർമാർ UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്ന് വ്യക്തമാക്കി. അല്ല, ഞങ്ങൾ സ്വമേധയാ ഇപ്പം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവരാവശ്യപ്പെട്ടാൽ ആ നിമിഷം രാജി. അവര് ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകണ്ട, മറ്റു കാര്യങ്ങളിലേക്കൊന്നും അവരാവശ്യപ്പെട്ടാൽ മതി. തർക്കത്തിൽ ഭാഗമാകാനില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി 24നോട് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ UDFിനകത്തുള്ള ഒരു നീക്കുപോക്ക് നടത്തേണ്ടതാണ്. അവർ തീർക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലോ കാര്യങ്ങളിലേക്കൊക്കെ കൌൺസിലർമാർ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെയോ LDFന്റെയോ ആളുകളൊന്നും വന്നിട്ടുള്ളത്. നഗരസഭയിൽ ഭരണസമരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭയിലേക്ക് BJP പ്രതിഷേധ മാർച്ചും നടത്തി. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.